ഇടവക മക്കളുടെ വലിയ സഹകരണം ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു അവരുടെ ദൈവാനുഭവവും ഒപ്പം വചനാനുഭവവും. പ്രത്യേകമായി ജോജോ മാരിപ്പാട്ടച്ചൻ ടീമും ഞങ്ങൾക്ക് പകർന്നു നൽകിയ ഈ ദൈവാനുഭവം, പരിശുദ്ധാത്മ അനുഭവം ഇടവകയിൽ ഈ ജപമാല മാസം മുഴുവനും നിലനിൽക്കട്ടെ എന്നും തുടർന്നുള്ള ഞങ്ങളുടെ തിരുനാളിനോട് അനുബന്ധിച്ചിട്ടുള്ള ഏറ്റവും ദൈവാനുഭവമായ ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി ഈ ദൈവാനുഭവ വചന വിരുന്ന് ആയിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാര് എന്തോരോ ഉപവാസവും എന്തോരോ ത്യാഗവും സഹിച്ചാണ് നമ്മുടെ ഓരോ ഭവനങ്ങളും കയറിയിറങ്ങി. അതിനു മുന്നേ ഈ ധ്യാനം ബുക്ക് ചെയ്യുമ്പോൾ തുടങ്ങി അച്ഛന്മാരവിടെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ തുടങ്ങുന്നതാണ്. അതിൻ്റെയൊക്കെ ഫലം ആണ് നമ്മൾ ഈ ജനങ്ങളിൽ അനുഭവിച്ചതും നമുക്ക് കിട്ടിയതും. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നിന്നു പോകുന്ന ചില കാര്യങ്ങൾ അച്ഛന്മാരത് നല്ലവണ്ണം ഓർമ്മിപ്പിച്ചെന്ന്. പ്രത്യേകിച്ച് ആ കാര്യം ഞാൻ ഇന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. 20 മിനിറ്റ് മതി നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ആ ജപമാല നമ്മുടെ വീടിന് ആ സംരക്ഷണ ഭിത്തിവേലി കെട്ടി നിർത്താൻ. ആ സംരക്ഷണ വേലി ഇല്ലാതെ വരുമ്പോൾ ഓരോ ഇടവകയിലും അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഞങ്ങള് അച്ഛന്മാർക്കറിയാം. ഞാനൊരു ചെറിയ അനുഭവം പറയാം. എൻ്റെ പള്ളി പരിസരത്ത്, ഞാൻ വികാരിയച്ഛനല്ല, ഒരു പള്ളിയിലെ പ്രീസ്റ്റ് ഇൻചാർജാണ്, സാന്തോം പള്ളി. ആ പ്രീസ്റ്റ് ഇൻചാർജായിട്ട് ആ പള്ളിയിൽ നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ചക്ക് 3 ആഴ്ച ആയിട്ടില്ല, ഒരമ്മ ഒരു 46 വയസ്സ് കാണില്ല, എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട്, അച്ഛാ കുർബാന കഴിഞ്ഞ് ഇങ്ങനെ കാണാറ് പതിവുണ്ട്, ഒത്തിരി പേര് എന്തെങ്കിലും പ്രാർത്ഥിക്കണം എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞു. അച്ഛാ പറഞ്ഞു, എന്ത് പറ്റി? ഒഴുകാണ്, കണ്ണീരൊഴുകാണ്. അപ്പൊ എല്ലാ ദിവസവും കണക്കെ കുർബാനക്ക് വരുന്ന മകളാണ്. 2-3 ദിവസം കണ്ടില്ല. ഇത് കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര പറയാൻ പറ്റില്ല, ആകെ വിറയ്ക്കല്. എൻ്റെ പള്ളി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിന്റെ എത്രയേ ഉള്ളൂ, പിന്നെ ഒരു അപ്പർ പാർട്ടുണ്ട്, ഒരു മുകളിലൊരു തട്ട് പോലെയുണ്ട്. എല്ലാവരും ഏറെക്കുറെ എല്ലാവരും പോയെങ്കിൽ ഒരു 15 പേരെങ്കിലും പള്ളിയുണ്ട്. ഈ മകള് വിറച്ചു നിന്ന് കാര്യമായി. ഞാൻ ചോദിച്ചു, എന്തു പറ്റിയ മോളെ? ഇടവപ്പള്ളിയല്ല, ഇടവപ്പള്ളിയുടെ ഒരു സബ്സ്റ്റേഷൻ. എന്തു പറ്റിയ മോള്? അച്ഛാ, ഞാൻ പേര് മാറ്റി പറയാണ്, ഡെയ്സി. ഞാൻ പറഞ്ഞ എന്തു പറ്റി? ഡെയ്സിക്ക് എന്തു പറ്റി? ഞാൻ ഓർത്ത് സൈക്കിളിൽ ചവിട്ടി അവൾ വീണ് കാണും, വല്ല പനിക്കും പറ്റിക്കാണ്. അച്ഛാ ഡെയ്സി, പിന്നെയും പറയാ പേര്, മകളാണ് ഇവരുടെ, 16 വയസ്സേ ഉള്ളൂ.
അച്ഛാ ഡെയ്സി. പിന്നെ ഇത് തന്നെ ഞാൻ അവസാനം രണ്ടു കൈയും ചേർത്ത് മകളെ പിടിച്ചു. കാരണം അത്രയ്ക്ക് വരയ്ക്കാണ്, കണ്ണുനീര് ഒഴുകിയായിട്ട് എഴുതിയ. അപ്പോ ഈ ഡെയ്സി എന്ന് പറഞ്ഞാല് ആ പ്രദേശം മുഴുവൻ പ്രകാശം വിതറി നടക്കുന്ന മോളാ. 16 വയസ്സേ ഉള്ളൂ. അപ്പോ ഇടവപ്പള്ളിയിലെ വേദപാഠത്തിന് പോകാൻ മടിയുള്ളതുകൊണ്ട് എൻ്റെ പള്ളിയിലുള്ള വേദപാഠ സ്കൂളിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി എന്തോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും ചുറ്റുമുള്ളവർക്ക് പുഞ്ചിരിയുടെ ആ ഒരു വിരുന്ന് വിളമ്പി നടക്കുന്ന ഒരു മകളാണ്. പ്രകാശം തീർന്ന പെൺകുട്ടികളെന്ന് പറയില്ല, അതുപോലുള്ള ഒരു മകൾ. ഈ അമ്മ നിന്ന് തോരാതെ ഇങ്ങനെ ഒഴുകി കണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴും ഞാൻ കൊടുക്കുന്ന ഉള്ള സൈക്കിളിൽ നമ്മൾ വീണ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിവീഴ്ച നമ്മൾ ആശുപത്രിയിലായിരിക്കും പ്രാർത്ഥിക്കും. പിന്നെ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഞാൻ കണ്ണുതള്ളി നിന്നുപോയി. ഡെയ്സി പോയച്ച. അപ്പോ ഞാൻ ധരിക്കുന്നത് അവൾ ആരുടെയെങ്കിലും കൂടെ പോയി. 16 വയസ്സിലെ കുഞ്ഞ് പോയാൽ എൻ്റെ ഈശോയെ എന്ത് സംഭവിക്കും? അവിടെ മട്ടാഞ്ചേരി ഫോർട്ട് വെച്ച് പ്രദേശത്ത് നടക്കുന്ന എനിക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു എവിടെ പോയി, നമുക്ക് അന്വേഷിക്കാം. അച്ഛ 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 3 പ്രാവശ്യം കാണിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പോലും കണ്ട ഈ മകള് സ്വയം തീർന്നിരിക്കുന്നു, കെട്ടിത്തൂങ്ങി. 16 വയസ്സുള്ള മോള്. എനിക്ക് പറയാനൊരു വാക്കുമില്ല. പുറത്തേക്ക് നോക്കിയപ്പോൾ അപ്പൻ അവിടെ ദേവാലയത്തിന്റെ മറ്റൊരു വാതിലിൽ നിന്ന് ഒഴുകുകയാണിങ്ങനെ. കണ്ണീരൊഴുകുന്നുണ്ട്, ഒച്ച് പുറത്തേക്ക് വരുന്നില്ല. ഞാൻ ഈ മകനെയും മകളെയും ചേർത്ത് പിടിച്ചു. പള്ളിയില് എൻ്റെ പ്രായത്തിനേക്കാളും ഇളയതാണെങ്കിലും പള്ളിയില് എങ്ങനെ ഈ കരച്ചിൽ കണ്ട് ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ ഒരു ക്യാമറ ഉണ്ട്. അപ്പോ എങ്ങനെ ഇതിനെ സമാധാനിപ്പിക്കും? പിടിച്ചില്ലെങ്കിൽ താഴത്ത് വീഴുന്ന അവസ്ഥ. ഈ മകള് പിന്നീട് പറയുകയാണ്, എന്നെ മാറ്റി നിർത്തി. അച്ഛനറിയാമല്ലോ ഞങ്ങളുടെ കഷ്ടപ്പാട് എനിക്കറിയാം. ഈ മക്കൾക്ക് ഉള്ള ഭവനം താഴത്ത് വാടകയ്ക്ക് കൊടുത്തിട്ട് പൊക്കത്തിൽ ചാർത്തെടുത്തിട്ട് അവിടെ ഈ മരിച്ച കുഞ്ഞിന്റെ ചേട്ടനാണ്, അവന് ബുദ്ധി ഇച്ചിരി കുറവുണ്ട്, താഴെയുള്ള ഒരു അനിയനും, ഇവര് 3 അപ്പനും അമ്മയും കൂടി നല്ല സന്തോഷത്തിൽ ഒതുങ്ങി താഴത്ത് കടം തീർന്നു കഴിയുമ്പോൾ താഴേക്ക് മാറാൻ വേണ്ടി ഒതുങ്ങിയിരിക്കുക. 2-3 പ്രാവശ്യം ടെറസിൽ നിന്ന് ഞാൻ വെച്ചിട്ടുണ്ട് പോയിട്ടുണ്ട്. ഈ മക്കൾ കുർബാനക്കും വരും. ഞാൻ പറഞ്ഞു നമുക്ക് ഇത് എന്ത് പറ്റി? കാരണം എല്ലായിടത്തും പ്രയാസം പരത്തി നടക്കുന്ന എന്ത് പറ്റി? അച്ഛാ എല്ലാം ചെക്ക് ചെയ്തപ്പോ ഇത്രയുള്ള ഒരു ചെറിയ ഫോൺ കിട്ടി. ഒരു നമ്പർ മാത്രം അച്ഛാ, ഒരു നമ്പർ മാത്രം. പിന്നെ ഞാൻ ചെക്ക് ചെയ്തപ്പോ വെച്ച ഒരു നോട്ട്ബുക്കിൽ ഒരു പേര്, ആ പേര് പറഞ്ഞ് ഞാൻ പേരൊന്നും ആവർത്തിക്കുന്നു. 16 വയസ്സുള്ള ഒരു കുഞ്ഞ് സ്വയം തീരുന്ന രീതിയിൽ വീഴുന്നു. കുടുംബം കത്തോലിക്കയാണ്, ക്രൈസ്തവമാണ്, എല്ലാമാണ്. ഈ മകൾക്ക് പക്ഷേ വേദപാഠം ആ ഒരു വർഷമായിട്ട് അവൾ പോകുന്നില്ല. +2 ഫസ്റ്റ് ഇയർ പോകുന്നില്ല. ആരോ അമ്മ നിർബന്ധിച്ചപ്പോ ആ ജോണിയച്ചിന്റെ പള്ളിയിൽ പോകാം അങ്ങനെ പറഞ്ഞ് നിന്നവള് നമ്മൾ പിന്നീട് കാര്യം അറിയുമ്പോഴൊക്കെ ഞെട്ടിപ്പോവുകയാണ്. കാര്യം അന്വേഷിച്ച് വരുമ്പോഴാണ് പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന അമ്മ ചെല്ലുമെങ്കിലും മക്കൾക്ക് ഫോണിലാ കഴിയും. ഈ മൊബൈൽ ഫോൺ വരുത്തി വെച്ച വിനയാണ് ഈ കുഞ്ഞ്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് ജപമാല എന്ന സംഭവം, ഈ ജപമാല നമുക്ക് സംരക്ഷണമാണെന്നുള്ള ഒരു സംഭവം ഈ മകൾക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. ആ കുടുംബത്തിലെ ജപമാല നേരത്തെ ഈ മകൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. നിർബന്ധിച്ചിരുന്നായിരുന്നുണ്ട്. ഈ അമ്മയോട് ഞാൻ പറഞ്ഞു, ചോദിച്ചു. അപ്പൊ പറയാ, അച്ഛാ പ്രാർത്ഥനയുടെ സമയം ഇങ്ങനെയൊക്കെയാണ് പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ അച്ഛന്മാര് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടില് ഒരു മതിൽ കെട്ടേണ്ട ആവശ്യമുണ്ട്. അത് ജപമാല കൊണ്ടുള്ള മതിലാണ്. പരിശുദ്ധ ജനനെ നമ്മളെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു വിദേശത്ത് നിന്നൊരു വനിത എൻ്റെ ചെറിയ പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, ഈ ജപമാല ഇല്ലേ അച്ഛാ, ഈ ജപമാല എന്ന് പറഞ്ഞാല് സ്വർഗവും നമ്മളും തമ്മിലുള്ള പൊക്കിൽ കൊടിയാണ്. എന്തൊരു സുന്ദരമായ പദപ്രയോഗം. ജപമാല എന്ന് പറഞ്ഞാല് സ്വർഗവും നമ്മളും തമ്മിലുള്ള പൊക്കിൽ കൊടിയാണ്. അത് വിട്ടുപോയാല് പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾ 8ാം ക്ലാസ് കഴിഞ്ഞ നമ്മുടെ പെൺമക്കളുടെ സ്കൂൾ ബാഗിലെല്ലാം അവര് ചെല്ലിയാലില്ല, എന്റെ പൊന്നമ്മച്ചിമാരെ നിങ്ങളൊരു ജപമാല ഇട്ടു കൊടുക്കണം. അതവർക്ക് സംരക്ഷണമാണ്, അതവർക്ക് വലിയ ഒരു ഉറപ്പാണ്. അവർ പ്രാർത്ഥിച്ചാലും ഇല്ലേലും അത് എന്തെങ്കിലും തപ്പുമ്പോൾ കയ്യിൽ തടഞ്ഞാൽ മതി, നമ്മുടെ മക്കളെ പരിശുദ്ധ അമ്മ നോക്കും. എന്നിട്ട് വൈകുന്നേരം നമുക്ക് 20 മിനിറ്റ് പിടിച്ചിരുത്താനായാലും അപകടമൊന്നുമില്ല. ഇതിനർത്ഥം ആൺപിള്ളേർക്ക് ജപമാല വേണ്ടെന്നല്ല. ഇവിടെ ഇരിക്കുന്ന
എല്ലാ അമ്മമാർക്കും ജപമാല കാണാപ്പാടാണ്. നമ്മുടെ പിള്ളേര് ഈ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കവചം നമ്മുടെ കുടുംബത്തിൽ തീർക്കണമെങ്കിൽ ഈ ഒരു 20 മിനിറ്റ് എൻ്റെ അമ്മച്ചമാരെ അപ്പച്ചന്മാരെ നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നിപ്പോ ഇവിടുന്ന് കിട്ടിയ ഈ സ്വർഗത്തിന്റെ തുണ്ട് നിങ്ങളുടെ ഭവനത്തിലുണ്ടാകും. അതായിരിക്കണം രണ്ടാമത്തെ കാര്യം. നമ്മുടെ വചനം ഇവിടുന്ന് കേട്ട വചനത്തിൽ സ്വർഗത്തിന്റെ സന്തോഷമായിട്ട് ജീവിക്കാൻ പോകുമ്പോൾ പരിശുദ്ധ അമ്മയില്ലാതെ എന്ത് സന്തോഷം. എവിടെയാണെങ്കിലും അമ്മച്ചിമാര് മരിച്ചു പോകുമ്പോഴാണ് പലരും അതിന്റെ വില അറിയുന്നത്. അയ്യോ, ഇപ്പൊ അമ്മച്ചി എന്തായിരുന്നെങ്കിൽ എന്തായിരുന്നു. എല്ലാ ദിവസവും നമ്മുടെ കൂടെയുള്ള അമ്മയെ നമ്മൾ മറന്നു പോകുന്നു. പരിശുദ്ധ അമ്മയെ വളരെ അപകടം പിടിച്ച കാലമാണ്. നമ്മുടെ പെൺമക്കൾ പ്രത്യേകിച്ച് അവരെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ കട്ടക്ക് കൂട്ടുപിടിക്കേണ്ട സമയമാണിത്. അമ്മയോട് കൂടി നമുക്ക് കർത്താവ് തന്ന വലിയ അനുഗ്രഹങ്ങളെ എന്നും ഓർത്ത് നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രാർത്ഥന ജപമാല ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ആവേ മരിയ, ആവേ മരിയ. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, സന്നിധിയിൽ അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ദാസരേ. അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. ഒരിക്കൽ കൂടി ആരാധന 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 നാദ ആരാധന. യേശുവേ ആരാധന, ഒരിക്കൽ കൂടി യേശുവേ ആരാധന. യേശുവേ ആരാധന. കൈകൂപ്പി ശിരസ്സു നമിച്ച് ഈശോയെ ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും മാലാഖമാരോട് ചേർന്ന് ഈശോയെ ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഈശോയെ അങ്ങയുടെ ആത്മാവിന്റെ പുത്തൻ അഭിഷേകം തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയെ ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ധ്യാനത്തിലൂടെ നാം ഓരോരുത്തരും എടുക്കുന്ന തീരുമാനവും ഇത് തന്നെയാണ്. ഈശോയെ മറ്റെന്തിനേക്കാളുപരി മറ്റാരെയെങ്കാളുമുപരി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ഒരിടം നിനക്ക് ഞാൻ തരുന്നു. നിന്നെ സ്നേഹിക്കുന്നു ഈശോയെ. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ഈ ധ്യാനത്തിൽ നാം ഓരോരുത്തരും എടുത്തിരിക്കുന്ന ഈ തീരുമാനം ആത്മാവിന്റെ നിറവിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പം നമുക്കൊന്ന് ഏറ്റുപറയാം. ഗാനത്തിന്റെ വരികളോട് ചേർന്ന് ധ്യാനത്തിലെ തീരുമാനം ഏറ്റുപറഞ്ഞ് നമ്മൾ പാടുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കിട്ടുന്ന വരികളാണ്. എല്ലാരും പാടണം, സ്വരമുയർത്തി പാടണം. പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവമേ നിന്നെ സ്നേഹിക്കുന്നു. കൈകൂപ്പി പിടിച്ച് എല്ലാ മക്കളും കൈകൂപ്പി പിടിച്ച് ഈശോയോടുള്ള സ്നേഹമേറ്റ് പറഞ്ഞ് പാടൂ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കും. സ്വരമുയർത്തി പാടിക്കേ. പൂർണ്ണ മനസ്സോടും എല്ലാവരും പാടൂ. പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കും. എല്ലാരും ചേർന്ന് പരിശുദ്ധ പരമമാം
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പാടാം പരിശുദ്ധ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എന്റെ ഈശോ ഈ ലോകത്തിലെ മറ്റാരെയും കാളും അധികം നിന്നെ സ്നേഹിക്കുന്നു, മറ്റെന്തിനേയും കാളും അധികം നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഏറ്റുപറഞ്ഞ് അടുത്ത വരികളും കൂടി ചേർന്ന് പാടിക്കോ. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലുപരിയായി പാടിക്കേ പാടിക്കേ. ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കും. എല്ലാരും ചേർന്ന് എല്ലാറ്റിലുപരിയായി എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കും. ഒന്നിച്ച് പരിശുദ്ധ പരമമാം പരിശുദ്ധ പരമമാ പാടൂ. ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. സ്വരമുയർത്തി പാടൂ. പരിശുദ്ധ പരമമാം പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ എന്നുമെന്നും എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഒരു പ്രാവശ്യം കൂടി എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആത്മാവിന്റെ കൃപ കൊണ്ട് നിറയാൻ നാം ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ, എഴുന്നേറ്റ് നിൽക്കൂ. കൈകൾ യാചനയോടെ തുറന്നു പിടിച്ച് ഞാൻ ഈ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ സ്വരമുയർത്തി ഏറ്റുചൊല്ലി ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ മക്കളും ഉള്ളു തുറന്ന് സ്വരമുയർത്തി പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലാൻ ശ്രദ്ധിക്കണേ. എല്ലാവരും ഏറ്റുചൊല്ലി. പിതാവായ ദൈവമേ, പരമപിതാവായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് ഈ സമൂഹത്തിലേക്ക് അങ്ങയക്കണമേ. ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ശക്തിയെ ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പന്തക്കുസ്താ ദിവസം സ്ലീഹന്മാരിലേക്ക് അങ്ങയച്ച അങ്ങയുടെ ആത്മാവിനെ ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ഈ നിമിഷങ്ങളിൽ അങ്ങയക്കണമേ. കർത്താവായ ഈശോയെ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. ആത്മാവിനെ വർഷിക്കണമേ. ആത്മാവിന്റെ കൃപകൾ വർഷിക്കണമേ. ആത്മാവിന്റെ കൃപകൾ വർഷിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ശക്തിയെ, യേശുവിന്റെ വാഗ്ദാനമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. ദൈവസ്നേഹത്തിന്റെ അഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ. ജീവജലമായി പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് ഒഴുകി വരണമേ, ഒഴുകി വരണമേ, ഒഴുകി വരണമേ. ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവമക്കളുടെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്വരമുയർത്തി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് വർഗീസ് എന്നാണ്. ഞാൻ 11-ാം നമ്പർ യൂണിറ്റിലെ സെൻറ്റ് ഡാൻമേൽ ഗ്രൂപ്പിലെ കൺവീനറും 2-ാം ബ്ലോക്കിലെ കൺവീനറും നമ്മുടെ 2-ാം ബ്ലോക്കിൽ ഈ പോപ്പുലർ മിഷൻ ദാനമായി പങ്കെടുത്ത് നടക്കുന്നതിൻ്റെ കൺവീനറും കൂടിയാണ്. ഇതെനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് എൻ്റെ യൂണിറ്റിലും എൻ്റെ ബ്ലോക്കിലുമുള്ള ആൾക്കാരെ പല പള്ളിയിൽ വരാത്ത പല ആളുകളും ഇവിടെ കൊണ്ടുവരാനും അവരെ നല്ല രീതിയിൽ അവരുടെ മുഖത്ത് നല്ലൊരു സന്തോഷവും പുഞ്ചിരിയും കാണുന്നതിന് എനിക്കിടയായി. പല കുടുംബങ്ങളുടെ ബന്ധങ്ങളും അലോരസപ്പെട്ട് കിടന്നെങ്കിലും ഈ ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത കുടുംബങ്ങൾ ഈ 2 ദിവസം കൊണ്ട് അവർ വളരെ കർത്താവിലേക്ക് കൂടുതൽ ലയിച്ചു ചേരുന്ന ഒരവസ്ഥ നമുക്ക് നേരിൽ കാണാൻ സാധിച്ചു. എൻ്റെ പേര് രാജി മനോജ്. പാതിരപ്പള്ളി ഇടവകയിലെ മാതൃവേദിയിലെ ഒരു അംഗമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കുചേരുന്നത്. സകുടുംബം ഞാൻ പങ്കുചേരുന്ന ആദ്യത്തെ ഒരു ധ്യാനവും കൂടിയാണിത്. അതിൻ്റെ ഒരു സന്തോഷവുമുണ്ട് ഇതിൽ. ഈ ധ്യാനത്തിൽ ജോജോ അച്ഛൻ്റെയും അഗസ്റ്റിൻ അച്ഛൻ്റെയും ക്ലാസ്സുകളും ലിബിൻ അച്ഛൻ്റെ ഡാൻസും ചേർന്ന് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് നൽകിയത്. അതുപോലെ അവസാനത്തെ ദിവസത്തെ സ്നേഹവിരുന്നും ദമ്പതികളുടെ പ്രാർത്ഥനയും മക്കളുമായുള്ള പ്രാർത്ഥനയും എല്ലാം വളരെ കൃപ നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. ഇത്രയും നല്ലൊരു അനുഭവം ഞങ്ങളുടെ ഇടവകയ്ക്ക് നൽകിയ ജോജോ അച്ഛനും ടീമിനും വളരെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുള്ളൂ. എൻ്റെ പേര് ആൻ്റണി സാവിയോ. ഞാൻ കൊച്ചി രൂപതയിലെ പാതിരാപ്പള്ളി ദേവാലയത്തിലെ ഇടവക അംഗമാണ്. പോപ്പുലർ മിഷൻ ധ്യാനം ഈ മാസം ഒക്ടോബറിൽ ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. അതിൽ ഞാനും ഈ ഇടവക മുഴുവൻ ഉള്ള ജനങ്ങളും പങ്കെടുക്കുകയുണ്ടായി. അതിലൂടെ എനിക്കും ഇടവക ജനങ്ങൾക്ക് മുഴുവനായിട്ട് ഒരു ആത്മീയ ഉണർവും പരിശുദ്ധാത്മാ അഭിഷേകവും പ്രദാനം ചെയ്തു. കൂടാതെ ഒരു പുത്തൻ പെന്തക്കോസ്ത അനുഭവമാണ് എല്ലാവർക്കും ലഭിച്ചത്. വ്യക്തിപരമായി എനിക്ക് ഇടവകയുടെ കാര്യങ്ങളിൽ കൂടുതൽ ഉണർവോടെ പങ്കെടുക്കാനുള്ള ഒരു ഉത്സാഹവും പ്രോത്സാഹനവുമാണ് ഈ ധ്യാനം വഴി എനിക്ക് ലഭിച്ചത്. കൂടാതെ ഈ ധ്യാനം നയിച്ച അച്ഛനായ അഗസ്റ്റിൻ അച്ഛനും പിന്നെ നമ്മുടെ ലിബിൻ അച്ഛൻ കൂടാതെ ജോജോ അച്ഛനും ഞാൻ പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളും. എൻ്റെ പേര് തങ്കമ്മ ആൻ്റണി. ഞാൻ പാതിരപ്പള്ളി ഇടവകയുടെ 4-ാം കുടുംബ യൂണിറ്റിലെ ഒരംഗമാണ്. ഞങ്ങൾ ധ്യാനം കൂടിയത് ഇപ്പോൾ 1-ാം ബ്ലോക്കിലെ സെൻറ്റ് പീറ്റർ സെൻറ്ററിലാണ്. ആ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നതിനുപരി ആ മുദ്രാവാക്യം വിളിയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം. കാരണം എന്ത് ആവേശത്തോടു കൂടിയാണ് യേശുവിനെ പ്രഘോഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പരസ്യ പ്രഖ്യാപനമായിരുന്നു ആ ജയ് വിളികളും യേശുവിനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വരവും.